അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ അടുത്ത പരീക്ഷ ഖുർആൻ, ഹിഫ്ള്, തദ്രീബു തിലാവ എന്നീ വിഷയങ്ങളാണ്. ഇൻഷാ അല്ലാഹ് തദ്രീബു തിലാവയുടെ ഒരു ഫുൾ റിവിഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. തദ്രീബു തിലാവയിൽ ഈ പാദവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പഠിച്ചു വെക്കേണ്ടുന്ന പാഠഭാഗങ്ങൾ അൽ വഹ്ദത്തുൽ ഊല മുതൽ അൽ വഹ്ദത്തുർ റാബിഅ വരെയുള്ള 4 യൂണിറ്റുകളാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളത്, ഖുർആനിൽ ഏതെല്ലാം ഭാഗങ്ങളാണ് നമ്മൾ ഓതി പരിശീലിക്കേണ്ടത് എന്നുള്ളത് ഓരോ പാഠങ്ങൾ പറയുമ്പോഴും അതിൻ്റെ കൂടെ നമ്മൾ പറയും, വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അതുപോലെ ഹിഫ്ള് ചെയ്യേണ്ട സൂറത്തുകൾ, ഖുർആനിൽ നിന്ന് മനഃപ്പാഠമാക്കേണ്ടുന്ന സൂറത്തുകൾ ഏതെല്ലാമാണ്? കഴിഞ്ഞ വർഷം 3ാം ക്ലാസ്സിൽ പഠിച്ച വല്ലുഹ മുതൽ സൂറത്തുന്നാസ് വരെയുള്ള സൂറത്തുകൾ വിദ്യാർത്ഥികൾക്ക് ഓർമ്മയുണ്ടായിരിക്കണം. അത് ചോദ്യം വരാനുള്ള സാധ്യത കൂടുതലാണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. അതുപോലെ സൂറത്തുൽ ബയ്യിന, ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബയ്യിന. സൂറത്തുൽ അലഖ്, ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ അലഖ്. പിന്നെ സൂറത്തുൽ അഅല, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്നീ സൂറത്തുകളാണ് വിദ്യാർത്ഥികൾ ഹിഫ്ള് ചെയ്യേണ്ട സൂറത്തുകൾ. നിർബന്ധമായും ഈ സൂറത്തുകളൊക്കെ വിദ്യാർത്ഥികൾ കാണാതെ പഠിക്കുക. അൽ വഹ്ദത്തുൽ ഊല, 1ാമത്തെ പാഠത്തിൽ നമുക്ക് സൂറത്തുകൾ പരിചയപ്പെടാം. ഒന്ന് സൂറത്തുൽ ഫുർഖാൻ, 2ാമത്തത് സൂറത്തു ശുഅറ. ഈ 2 സൂറത്തുകളാണ് ഇവിടെ വിദ്യാർത്ഥികൾ ഓതി പരിശീലിക്കേണ്ടത്. ഈ 2 സൂറത്തുകളും മനോഹരമായി കേൾക്കാൻ ഇവിടെ കോഡ് സ്കാൻ ചെയ്താൽ മതി. ഇതെല്ലാം വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ ഖുർആൻ ഓത്ത് വളരെ മനോഹരമാക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ 1ാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അഹ്കാമുൽ മീമി സാക്കിന, സാക്കിനായ മീമിന്റെ റൂൾസുകൾ, സാക്കിനായ മീമിന്റെ വിധികളാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. സാക്കിനായ മീം എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള മീം. അങ്ങനെ സുക്കൂനുള്ള മീം വന്നാൽ ഖുർആനിൽ ചില നിയമങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ പാഠത്തിൽ പഠിക്കുന്നത്. അഹ്കാമുൽ മീമി സാക്കിന ആകെ 3 എണ്ണമാണ്. സുക്കൂനുള്ള മീമിന്റെ നിയമങ്ങൾ ആകെ 3 എണ്ണമാണ്. ഏതെല്ലാമാണത്? അൽ ഇദ്ഗാമു, 2ാമത്തത് അൽ ഇഖ്ഫാഉ, ഇനി 3ാമത്തെ നിയമം അടുത്ത പാഠത്തിൽ നമ്മൾ പറയുന്നുണ്ട്, അൽ ഇൽഹാറു. ഇങ്ങനെ ഇദ്ഗാമ്, ഇഖ്ഫാഅ്, ഇൽഹാർ എന്നീ 3 നിയമങ്ങളാണ് സാക്കിനായ മീമിനിക്ക് വരുന്നത്. നിർബന്ധമായും വിദ്യാർത്ഥികൾ ഈ ഓരോ നിയമങ്ങളും പഠിച്ചിരിക്കണം. ഈ നിയമങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ഖുർആൻ ഓതേണ്ടത്. എന്താണ് ഇദ്ഗാം എന്ന് പറഞ്ഞാൽ? സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീം വന്നാൽ രണ്ടിനെയും പരസ്പരം ലയിപ്പിച്ച് ഷദ് ചെയ്ത് ഉന്നത്ത് നൽകി ഉച്ചരിക്കണം. ഇതിന് ഇദ്ഗാം എന്ന് പറയുന്നു. അപ്പൊ സുക്കൂനുള്ള മീം, അതിനുശേഷം ഹർക്കത്തുള്ള മീം വന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 1ാമത്തെ മീമിനെ 2ാമത്തെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യുക, ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഓതണം. ഇതിനാണ് ഇദ്ഗാം എന്ന് പറയുന്നത്. ഇവിടെ ഉദാഹരണം തന്നിട്ടുണ്ട്, അം പ്ലസ് മൻ, അം പ്ലസ് മൻ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഓതേണ്ടത്? അം മൻ, അങ്ങനെയല്ല. പിന്നെയോ 1ാമത്തെ മീമിനെ 2ാമത്തെ മീമിലേക്ക് ലയിപ്പിക്കുക, ഇദ്ഗാം ചെയ്യുക, മെർജ് ചെയ്യുക. അം മൻ, അം മൻ. അപ്പോൾ അവിടെ ശരിക്ക് ഒരു മീമായിട്ട് അത് രൂപാന്തരപ്പെടും. 2 മീം യഥാർത്ഥത്തിലുണ്ട്, സുക്കൂനുള്ള മീം, പിന്നെ ശേഷം ഹർക്കത്തുള്ള മീം. നമ്മൾ എങ്ങനെയാണ് ഓതേണ്ടത്? അം മൻ, അമ്മൻ. ഇങ്ങനെ 1ാമത്തെ മീമിനെ 2ാമത്തെ മീമിലേക്ക് ലയിപ്പിക്കുന്നതിനാണ് ഇദ്ഗാം എന്ന് പറയുന്നത്. ഈ നിർവചനം വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീം വന്നാൽ രണ്ടിനെയും പരസ്പരം ലയിപ്പിച്ച് ഷദ് ചെയ്ത് ഉന്നത്ത് നൽകി ഉച്ചരിക്കണം. ഇതിനാണ് ഇദ്ഗാം എന്ന് പറയുന്നത്. ഇതാണ് സാക്കിനായ മീമിന്റെ 1ാമത്തെ നിയമം. ഇനി 2ാമത്തത് എന്താണ്? അൽ ഇഖ്ഫാഉ. എന്താണ് ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ? എന്താണ്? മറച്ചു മണിക്കലാണ് ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ, ഹൈഡ് ചെയ്യുക. സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ മീമിനെ ബായിൽ അവ്യക്തമാക്കി ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കണം. ഇതിന് ഇഖ്ഫാ എന്ന് പറയുന്നു. ഖുർആനിലെ ഓരോ നിയമങ്ങളും നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ശേഷം വരുന്ന അക്ഷരങ്ങൾ ഏതെല്ലാമാണ് എന്നുള്ളതാണ്. ഇവിടെ നേരത്തെ നമ്മൾ
സാക്കിനായ മീമിന് ശേഷം മീമ് വന്നപ്പോഴാണ് ഇദ്ഗാം പറഞ്ഞത്. ഇനി അടുത്തത് സാക്കിനായ മീമിന് ശേഷം ബാ വരുമ്പോൾ എന്താണ്? അവിടെ ഇഖ്ഫ ആണ് ചെയ്യേണ്ടത്. അതിന്റെ ഉദാഹരണം താഴെ തന്നിട്ടുണ്ട്. ഹും പ്ലസ് ബിഹി, ഹും പ്ലസ് ബിഹി. അപ്പോ ഹും ബിഹി എന്നുള്ളതാണ് അവിടെ. അത് നമ്മൾ ഓതുമ്പോൾ എങ്ങനെയാണ് ഓതേണ്ടത്? ആ മീമിനെ അവ്യക്തമാക്കുക, അങ്ങനെ മറച്ചു മണിക്കുകയാണ് വേണ്ടത്. ഹും ബിഹി, ഹും ബിഹി, ആ രൂപത്തിലാണ് നമ്മൾ അവിടെ ഓതേണ്ടത്. ഇനി ഇവിടെ കൂടുതൽ ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. ഇദ്ഗാം, ഇഖ്ഫാ വരുന്ന രണ്ട് പദങ്ങൾ വീതം പാഠഭാഗത്ത് നിന്ന് കണ്ടുപിടിക്കാം, എഴുതി പരിശീലിക്കാം. നേരത്തെ നമ്മൾ പറയപ്പെട്ട രണ്ട് സൂറത്തുകളിൽ നിന്നായി ഇഖ്ഫായിന്റെയും ഇദ്ഗാമിന്റെയും ഉദാഹരണങ്ങൾ വിദ്യാർത്ഥികൾ സ്വയമായിട്ട് കണ്ടെത്തുകയാണ് വേണ്ടത്. ഇനി ഇവിടെ താഴെയുള്ള ഈ പദങ്ങൾ എഴുതി പരിശീലിക്കണം, കൂടെ പറഞ്ഞും പരിശീലിക്കണം. വമൻ യളിം മിൻകും, വമൻ യളിം മിൻകും. ഇവിടെ കണ്ടോ, യളിം സാക്കിനായ മീമാണ്, ശേഷം ഹർക്കത്തുള്ള മീമ് വന്നു. ഒന്നാമത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് ലയിപ്പിച്ച് ഇദ്ഗാം ചെയ്ത് ഉന്നത്ത് കൊടുത്ത് ഓതണം. രണ്ടാമത്തെ ഉദാഹരണം, അലൈഹിം മിനസ്സമായി. അവിടെയും അലൈഹിം സുക്കൂനുള്ള മീമാണ്, ശേഷം ഹർക്കത്തുള്ള മീമ് വന്നു. ഒന്നാമത്തെ മീമിനെ രണ്ടാമത്തതിലേക്ക് ഇദ്ഗാം ചെയ്യണം. ഇൻ കുൻതും മൂഖിനീൻ, അവിടെയും ഇദ്ഗാമാണ്. അടുത്തത് ഇഖ്ഫായിന്റെ ഉദാഹരണമാണ്. ഫഖദ് കദ്ദബൂകും ബിമാ. അവിടെ കണ്ടോ, ആദ്യം സുക്കൂനുള്ള മീമ് വന്നു, ശേഷം ബാ വന്നു. അപ്പോൾ ഇഖ്ഫാ ചെയ്യണം, മീമിനെ അവ്യക്തമാക്കി മണിച്ച് ഓതുകയാണ് വേണ്ടത്. മിൻ അർളികും ബിസിഹ്രി, അവിടെയും ഇഖ്ഫായിന്റെ ഉദാഹരണമാണ്. അതെല്ലാം വിദ്യാർത്ഥികൾ ഓതി പരിശീലിക്കുക. ഇനി വീണ്ടും ഖുർആനിൽ നിന്ന് കണ്ടെത്താം, ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. ഇന്ന മഅകും മുസ്തമിഊൻ, അത് ഇദ്ഗാമിന്റെ ഉദാഹരണമാണ്. വമാ കാന അക്സറുഹും മുഅ്മിനീൻ, ഇദ്ഗാമിന്റെ ഉദാഹരണമാണ്. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, അത് ഇഖ്ഫായിന്റെ ഉദാഹരണമാണ്. ഹൽ അൻതും മുജ്തമിഊൻ, അതും ഇദ്ഗാമിന്റെ ഉദാഹരണമാണ്. ഇങ്ങനെ വിദ്യാർത്ഥികൾ ശേഷം വരുന്ന അക്ഷരമാണ് നോക്കേണ്ടത്. ഇനി ഇവിടെ ഒരു ദുആ തന്നിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഈ ദുആവും വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കുക. ഇനി അടുത്തത് അൽ വഹദത്തു സാനിയ, രണ്ടാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഇവിടെ ഓതി പരിചയപ്പെടാനുള്ള സൂറത്തുകൾ സൂറത്തു ശുഅറാ, സൂറത്തു നംല്, ഈ രണ്ട് സൂറത്തുകളും കേൾക്കാൻ ഇവിടെ കോഡ് തന്നിട്ടുണ്ട്. അതെല്ലാം വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ പാഠത്തിൽ നമുക്ക് ഒന്നാമത്തെ പാഠത്തിന്റെ തുടർച്ചയാണ് പഠിക്കാനുള്ളത്. നേരത്തെ നമ്മൾ സാക്കിനായ മീമിന്റെ രണ്ട് നിയമങ്ങൾ പഠിച്ചു. ഏതെല്ലാമായിരുന്നു? ഇദ്ഗാം, ഇഖ്ഫാ. എന്താണ് ഇദ്ഗാം, എന്താണ് ഇഖ്ഫാ എന്ന് വിദ്യാർത്ഥികൾ പഠിച്ചിട്ടുണ്ടാവും. ഇനി മൂന്നാമത്തത് അൽ ഇദ്ഹാറു. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാം, സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫാ. അറബിയിൽ ആകെ എത്ര അക്ഷരങ്ങളാണുള്ളത്? 28 അക്ഷരങ്ങളാണുള്ളത്. ഇനി ഇദ്ഹാർ എന്ന് പറഞ്ഞാൽ ഈ മീമും ബാവും അല്ലാത്ത ബാക്കി ഏത് അക്ഷരങ്ങൾ സാക്കിനായ മീമിന് ശേഷം വന്നാലും അവിടെ നമ്മൾ ഇദ്ഹാറാണ് ചെയ്യേണ്ടത്. വ്യക്തമാക്കി ഓതുകയാണ് വേണ്ടത്. അവിടെ മണിക്കലോ അല്ലെങ്കിൽ ഇദ്ഗാമോ ഒന്നുമില്ല, വ്യക്തമാക്കി ഓതുക. അതിനാണ് ഇദ്ഹാർ എന്ന് പറയുന്നത്. സുക്കൂനുള്ള മീമിന് ശേഷം മീമും ബാവും അല്ലാത്ത ഏത് അക്ഷരം വന്നാലും മീമിന് ഉന്നത്ത് നൽകാതെ വ്യക്തമായി ഉച്ചരിക്കണം. ഇതിന് ഇദ്ഹാർ എന്ന് പറയുന്നു. ഉദാഹരണം, ഹും ഫീഹി, ഹും ഫീഹി. ആ എന്നുള്ളതും ഫീ എന്നുള്ളതും കറക്റ്റ് കേൾക്കണം, കറക്റ്റ് നമ്മളത് ഉച്ചരിക്കണം. ഹും ഫീഹി അംവാൽ, അംവാൽ. ഈ രൂപത്തിൽ വ്യക്തമാക്കി ഓതുകയാണ് വേണ്ടത്. ധാരാളം ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. قال نعم وإنكم لئن لم تنتهي فهم لا يشعرون أخوهم صالح وأكثرهم كاذبون. ഇവിടെയൊക്കെ നമ്മൾ ശേഷമുള്ള അക്ഷരം വ്യക്തമായി ഓതുകയാണ് വേണ്ടത്. അവിടെയൊന്നും മണിക്കലോ അല്ലെങ്കിൽ ഇദ്ഗാമോ ഒന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. ഇനി ഖുർആനിൽ നിന്ന് കണ്ടെത്താം. لأقطعن أيديكم وأرجلكم أم لم تكن من الواعظين إني لكم رسول أمين
ഇമ്മത്തഅനാഹും സിനീൻ. ഇതെല്ലാം ഇൽഹാറിന്റെ ഉദാഹരണങ്ങളാണ്. വ്യക്തമായി ഓതുകയാണ് വേണ്ടത്. ഇനി ദുആ തന്നിട്ടുണ്ട്. റബ്ബനാ ആമന്നാ ഫഗ്ഫിർ ലനാ വർഹംനാ വഅൻത ഖൈറുർ റാഹിമീൻ. ഈ ഓരോ പാഠത്തിലും തന്ന ഖുർആനിൽ നിന്നുള്ള പ്രത്യേകമായ ദുആകൾ വിദ്യാർത്ഥികൾ നിർബന്ധമായും കാണാതെ പഠിച്ചിരിക്കണം. ഇനി അടുത്തത് അൽ വഹദത്തു സാലിസ, മൂന്നാമത്തെ യൂണിറ്റ്. ഇവിടെ നമുക്ക് ഓതി പരിചയപ്പെടാനുള്ള സൂറത്തുകൾ, ഒന്ന് സൂറത്തുൻ നംല്, മറ്റൊന്ന് സൂറത്തുൽ ഖസസ്. ഇതെല്ലാം വിശാലമായ സൂറത്തുകളാണ്. ഒരു പക്ഷേ മദ്രസ ക്ലാസ്സുകളിൽ ഇതൊന്നും മുഴുവനായിട്ട് ഓതി തീരാനുള്ള സമയം കിട്ടിയിട്ടുണ്ടാവില്ല. വിദ്യാർത്ഥികൾ കഴിയുന്ന രൂപത്തിലൊക്കെ ഇത് പരിശീലിക്കുക. ഇത് കേട്ടുപഠിക്കാനുള്ള QR കോഡ് സംവിധാനങ്ങൾ കൂടെ ഉൾപ്പെടുത്തിയത് കൊണ്ട് അതെല്ലാം ഉപയോഗപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു. ഇനി ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഹുറൂഫുൽ ഖൽഖലത്ത്. ഖൽഖലത്തിന്റെ ഹറുഫുകൾ ഏതെല്ലാമാണ്? വളരെ ശ്രദ്ധയോടെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. ആദ്യത്തെ 2 പാഠങ്ങളിലായി നമ്മൾ പഠിച്ചത് സാക്കിനായ മീമിന്റെ 3 നിയമങ്ങൾ പഠിച്ചു. എന്താണ് ഇദ്ഗാം, എന്താണ് ഇഖ്ഫാ, എന്താണ് ഇൽഹാർ എന്ന് കൃത്യമായി വിദ്യാർത്ഥികൾ മനസ്സിലാക്കി. ഇനി ഇവിടെ ഹുറൂഫുൽ ഖൽഖല, ഖൽഖലത്തിന്റെ ഹർഫുകൾ ഏതെല്ലാമാണ്? എന്താണ് ഖൽഖലത്തിന്റെ ഹർഫുകൾ എന്ന് പറഞ്ഞാൽ, ഹർക്കത്തിലായി വരുമ്പോൾ നമ്മൾ വ്യക്തമായി ഉച്ചരിക്കുന്നത് പോലെ സുക്കൂനായി വന്നാലും, ഈ ഹർഫുകൾക്ക് സുക്കൂനായി വന്നാലും വ്യക്തമായി ഉച്ചരിക്കേണ്ട ഹർഫുകളാണ്. അതാണ് കൽക്കലത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതെല്ലാമാണ് കൽക്കലത്തിന്റെ അക്ഷരങ്ങൾ? ഖാഫ്, താ, ബാ, ജീം, ദാല്. അത് പെട്ടെന്ന് ഓർമ്മിച്ചു വെക്കാൻ ഖുതുബ് ജദ് എന്നുള്ള ആ ഒരു വാക്ക് വിദ്യാർത്ഥികൾ പഠിച്ചാൽ എളുപ്പമായിരിക്കും. ഖാഫ്, താ, ബാ, ജീം, ദാല്. ഇതാണ് കൽക്കലത്തിന്റെ അക്ഷരങ്ങൾ. ഇനി ഇത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അഖ്, അഖ്. ഇവിടെ നമ്മൾ എങ്ങനെ തന്നെ പറയണം. അഖ് എന്ന് പറഞ്ഞാൽ പോരാ, പിന്നെ അഖ്, അഖ് എന്ന് കറക്റ്റ് ആയിട്ട് വ്യക്തമായ രൂപത്തിൽ നമ്മൾ അവിടെ ഉച്ചരിക്കണം. അതുപോലെ അത്ത്, അബ്, അജ്, അത്, ആ രൂപത്തിൽ വ്യക്തമായി തന്നെ നമ്മൾ ഉച്ചരിക്കേണ്ടുന്ന ഹർഫുകൾക്കാണ് കൽക്കലത്തിന്റെ ഹർഫുകൾ എന്ന് പറയുന്നത്. ഉദാഹരണം നമ്മൾ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, അഹദ്. അവിടെ അവസാനത്തിൽ ദാലാണ്, ദാല് കൽക്കലത്തിന്റെ അക്ഷരമാണ്. അപ്പോ ഒരാള് അഹദ്, അഹദ് എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്താൽ അത് ശരിയാവൂല. മറിച്ച് അഹദ്, അഹദ് അങ്ങനെ തന്നെ ഓതണം. അല്ലാഹു സമദ്, സമദ്. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവസാനങ്ങളിലുള്ള ആ ദാലുകളെല്ലാം വ്യക്തമായി നമ്മൾ പറയണം. അതുപോലെ ശേഷമുള്ള ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഫലഖ്, ഫലഖ് എന്ന് പറഞ്ഞാൽ പോരാ, ഫലഖ്. അങ്ങനെ വ്യക്തമായി ഉച്ചരിക്കേണ്ടുന്ന അക്ഷരങ്ങൾക്കാണ് കൽക്കലത്തിന്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ വേറെയും ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. വന്നഹാറ മുബ്സിറ, മുബ്സിറ, മുബ്സിറ എന്ന് ഓതിയാൽ പോരാ, പിന്നെ മുബ്, മുബ് കറക്റ്റ് ആയിട്ട് വ്യക്തമായി നമ്മൾ പറയണം. മുബ്സിറ. ലഖദ് വുഇദ്ന, ലഖദ് വുഇദ്ന, ലഖദ് വുഇദ്. അതിലുള്ള ദാല് വ്യക്തമായി നമ്മൾ പറയണം. ആഖിബത്തുൽ മുജ്രിമീൻ യഖ്ളി ബൈനഹും ലൗലാ അർറബത്ന. ഇങ്ങനെ ഈ കൽക്കലത്തിന്റെ ഹർഫുകൾ വ്യക്തമായി നമ്മൾ പറയുകയാണ് വേണ്ടത്. ഇനി ഖുർആനിൽ നിന്ന് കണ്ടെത്താം. ഇദാ വല്ലൗ മുദ്ബിരീൻ, മുദ്ബിരീൻ മിൻ അഖ്സൽ മദീനതി നജ്സിൽ മുഹ്സിനീൻ ഫലമ്മാ അൻ അറാദ അൻ യബ്തിഷ. ഈ രൂപത്തിൽ കൽക്കലത്തിന്റെ ഹർഫുകൾ വ്യക്തമായി ഓതി വിദ്യാർത്ഥികൾ പരിശീലിക്കണം. ഇനി ഇവിടെ മറ്റൊരു ദുആ തന്നിട്ടുണ്ട്. റബ്ബനക്ഷിഫ് അന്നൽ അദാബ ഇന്നാ മുഅ്മിനൂൻ. ഈ ദുആയും വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കുക. ഇനി അൽ വഹദത്തു റാബിയ, അവസാനത്തെ പാഠമാണ്. ഈ പാഠത്തിൽ നമുക്ക് പരിചയപ്പെടാനുള്ള സൂറത്തുകൾ ഏതെല്ലാമാണ്? ഒന്ന് സൂറത്തുൽ ഖസസ്, മറ്റൊന്ന് സൂറത്തുൽ അൻകബൂത്ത്. ഈ 2 സൂറത്തുകളും കേട്ടുപഠിക്കാനുള്ള QR കോഡ് സൗകര്യം എവിടെയുണ്ട്, അത് ഉപയോഗപ്പെടുത്തണമെന്ന് വീണ്ടും വിദ്യാർത്ഥികളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പാഠത്തിൽ നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത് ഹുറൂഫുൽ ഇസ്തിഅലാ. ഇസ്തിഅലാഇന്റെ അക്ഷരങ്ങൾ ഏതെല്ലാമാണ്? നേരത്തെ നമ്മൾ കൽക്കലത്തിന്റെ അക്ഷരങ്ങൾ പഠിച്ചു. ഇനി ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഇസ്തിഅലാഇന്റെ അക്ഷരങ്ങൾ ഏതെല്ലാമാണ്? വിദ്യാർത്ഥികൾ
ഓരോന്നിന്റെയും വ്യത്യാസങ്ങൾ നിർബന്ധമായും വേർതിരിച്ച് മനസ്സിലാക്കണം. ഇസ്തിഅലാ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് നാവ് തടിച്ച് വായയുടെ മുകൾ ഭാഗത്തേക്ക് ഉയർന്നു വരുന്ന, വായ നിറഞ്ഞ ശബ്ദത്തിൽ ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾക്കാണ് ഇസ്തിഅലാ എന്ന് പറയുന്നത്. ഏതെല്ലാമാണ് ഇസ്തിഅലാന്റെ അക്ഷരങ്ങൾ? ഖ, സ, ള, റ, ത, ഖ, ള. ഇതൊക്കെയാണ് ഇസ്തിഅലാന്റെ അക്ഷരങ്ങൾ. ഇതും പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള ഈ വാക്ക് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിൽ ഇസ്തിഅലാന്റെ അക്ഷരങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ ഓരോ അക്ഷരങ്ങളും പറയുമ്പോൾ വിദ്യാർത്ഥികളൊന്ന് പറഞ്ഞു പരിശീലിക്കണം. ഖ, ഖ, നമ്മളെ വായ നിറഞ്ഞൊരു ഫീലിംഗ് നമുക്കുണ്ടാവണം. സ, ള, റ, ത, ഖാഫ്, ള. ഇതെല്ലാം പറയുന്ന സമയത്ത് നമ്മുടെ നാവ് ഇങ്ങനെ തടിച്ച് വായയുടെ മുകൾ ഭാഗത്തേക്ക് ഉയർന്നു വരുന്ന ഒരു ശൈലിയാണ് ഈ അക്ഷരങ്ങൾക്കൊക്കെയുള്ളത്. അങ്ങനെയാണ് ഈ അക്ഷരങ്ങൾ നമ്മൾ പറയേണ്ടത്. അതിനാണ് ഇസ്തിഅലാന്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. മുകളിൽ കൊടുത്ത അക്ഷരങ്ങൾക്ക് ഇസ്തിഅലാന്റെ അക്ഷരങ്ങൾ എന്നാണ് പറയുക. ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ വായ നിറഞ്ഞ ശബ്ദമുണ്ടാകണം. ഉച്ചാരണ സമയത്ത് നാവ് തടിച്ച് വായയുടെ മുകൾ ഭാഗത്തേക്ക്, അണ്ണാക്കിലേക്ക് ഉയർന്നു വരണം. അങ്ങനെയാണ് ഈ അക്ഷരത്തെ നമ്മൾ ഉച്ചരിക്കേണ്ടത്. ഇനി ഇവിടെ ഇസ്തിഅലാന്റെ അക്ഷരങ്ങൾ വരുന്ന ഉദാഹരണങ്ങൾ പാഠഭാഗത്ത് നിന്ന് വിദ്യാർത്ഥികൾ സ്വയമായി കണ്ടെത്തി എഴുതുകയാണ് വേണ്ടത്. രണ്ടാമത്തത്, പദങ്ങൾ എഴുതി പരിശീലിക്കാം. ഇവിടെ തന്നിട്ടുള്ള ഈ പദങ്ങളൊക്കെ വിദ്യാർത്ഥികൾ വായിക്കുകയും കൂടെ വേണം. എഴുതി പരിശീലിക്കുന്നതോടൊപ്പം വായിച്ചും കൂടെ പരിശീലിക്കണം. വലഖദ് വസ്സൽന, വലഖദ് വസ്സൽന മിനൽ മുഹ്വരീൻ അഗ്വൈനാഹും കമാ ഗവൈന ലദൂ ഹവ്വിൻ അളീം വഇലൈഹി തുഖ്ലബൂൻ. അപ്പോൾ ഇതിലൊക്കെ ഇസ്തിഅലാന്റെ അക്ഷരങ്ങൾ പ്രത്യേകം കളർ ചെയ്ത് നൽകിയിട്ടുണ്ട്. അത് ഉച്ചരിക്കുന്ന സമയത്ത് വായ നിറഞ്ഞ ശബ്ദത്തിലാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. ഖുർആനിൽ നിന്ന് കണ്ടെത്താം. ലനുദ്ഖിലന്നഹും ഫിസ്സാലിഹീൻ ഇൻ കുൻത മിനസ്സാദിഖീൻ ഫഅഖദഹുമുത് തൂഫാൻ വഇദാ സമിഉൽ ലഗ്വ്. ഇതൊക്കെ ഇസ്തിഅലാന്റെ അക്ഷരങ്ങൾ വന്നതിന്റെ ഉദാഹരണങ്ങളാണ്. നമുക്ക് ശീലിക്കാം. ഇവിടെ മറ്റൊരു ദുആ തന്നിട്ടുണ്ട്. റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ഈ ദുആയും വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കുക. ചുരുക്കത്തിൽ ഈ 4 പാഠങ്ങളാണ് തദ്രീബു തിലാവയിൽ വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കേണ്ടത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഹിഫ്ള്, ഖുർആനിൽ നിന്ന് മനഃപ്പാഠമാക്കാനുള്ള സൂറത്തുകൾ വള്ളുഹ മുതൽ സൂറത്തുൻ നാസ് വരെ നേരത്തെ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചത് ഒന്നുകൂടെ വിദ്യാർത്ഥികൾ ഓർമ്മയിൽ കൊണ്ടുവരിക. അതുപോലെ സൂറത്തുൽ ബയ്യിന, സൂറത്തുൽ അലഖ്, സൂറത്തുൽ അഅല എന്നീ സൂറത്തുകളും ഈ തദ്രീബു തിലാവയുടെ ഓരോ യൂണിറ്റിലും പറയപ്പെട്ട സൂറത്തുകൾ ഓതി പരിശീലിക്കുകയും ചെയ്യണമെന്ന് വിദ്യാർത്ഥികളോട് ഓർമ്മപ്പെടുത്തുന്നു. ആർക്കെങ്കിലും ഇനിയും വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മക്കൾക്കും നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കട്ടെ. പരീക്ഷയിലൊക്കെ ഉന്നതമായ വിജയങ്ങൾ നൽകട്ടെ. നിർബന്ധമായും വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.